ഹലോ, ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക വെച്ചിട്ടുള്ള ഒരു പലഹാരം കണ്ടല്ലോ 4 മണിക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചക്ക ഇതുപോലെ വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം റവ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ചക്കയും റവയും കൂടി അടിച്ചെടുത്തത്. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് സബോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അല്പം വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു നനവിന് വേണ്ടി. അങ്ങനെ ഇതാ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അല്പം റവ മാത്രമേ ചേർത്തിട്ടുള്ളൂ, ബാക്കി ചക്ക തന്നെയാണ്. ഇനി തിളച്ച എണ്ണയിലേക്ക് കൈകൊണ്ടിങ്ങനെ നുള്ളിയിട്ട് കൊടുക്കാം. വടയുടെ ആകൃതിയിലൊക്കെ വേണേൽ ആക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുകയാണ് എണ്ണയിലേക്ക്. അങ്ങനെ ഓരോന്നും അതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതാ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് കോരി മാറ്റാം. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഫുള്ളും എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ എണ്ണയിലേക്ക് നുള്ളിയിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ കുറഞ്ഞ ചേരുവയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ ഫ്രൈ ആയി വരും. ഒത്തിരി താമസമൊന്നും വേണ്ട. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുമേ. അപ്പോൾ അങ്ങനെ ഇതാ ഫുള്ളും ബാക്കിയുള്ളത് കൂടെ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ അതും ഗോൾഡൻ കളർ ആയി വന്ന സമയത്ത് കോരി മാറ്റുവാണ്. ഇതിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചക്ക വെച്ചിട്ടുള്ള ഈ ഐറ്റം ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ചൂട് കട്ടൻ്റെയൊക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോട്ടെ. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പാകമേ നല്ല സോഫ്റ്റും പുറമേ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. കെച്ചപ്പിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.